വഴി കൂടി കഷ്ടപ്പെട്ട് എങ്ങോട്ട് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പ്രധാന പണിക്കാരൻ്റെ പെരേക്കാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതായത് എൻ്റെ കെട്ടിയോൻ്റെ ചെങ്ങായിൻ്റെ വീട്ടിൽ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ വണ്ടിക്ക് ഒരു ക്ലിപ്പ് ഇടാൻ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇപ്പോൾ ഈ സാധനം പിടിച്ചിരിക്കുന്നത് മൂപ്പർക്ക് പണി അറിയാക്കാൻ, അത് വേറെ ആരെങ്കിലും എൻ്റെ കെട്ടിയോനാണ്. അങ്ങനെ എൻ്റെ കെട്ടിയോനും മൂപ്പർ ചെങ്ങായും കൂടെ കൂടിയിട്ട് എങ്ങനെയൊക്കെ ആ ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേർക്ക് പണിയൊക്കെ അറിയാമായിരിക്കും. ഇല്ലേ ഇതാണ് കേട്ടോ സംഭവം. ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് ഏതെങ്കിലും ക്ലിയറുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്തോ വണ്ടി കൊണ്ടുപോയി നിർത്തിയതിന് ഈ ചെങ്ങായി ഫോണും കൊണ്ടിറങ്ങും. ഇനിയിപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ ഓനെ കൂട്ടിന് എന്തൊക്കെ എന്നെ പറയുന്നവ ഈ വ്ളോഗും കാണാൻ ചാൻസ് ഇല്ല, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഴവെള്ളം ചളിവെള്ളത്തിൽ കൂടെയൊക്കെ എങ്ങോട്ടാ വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പോകണം ഗ്രില്ലട്ട് കാട്ടോ. വേറെ ഒന്നുമല്ല, അവിടുത്തെ ഷവായ്ക്ക് എന്തോ ഉണ്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയോൻ്റെ ഫോണിൻ്റെ സിമ്മ് പോർട്ട് ചെയ്യാണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് മൂപ്പര പ്രതിമ പോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിട്ടോ. അതും കഴിഞ്ഞാണ്ട് നേരെ ഞാൻ ഗ്രില്ലട്ട് കയറിയപ്പോൾ ഇവനോട് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം കാര്യമായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ വിട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് മുതൽ ഇപ്പോഴൊന്നും കിട്ടൂല പറഞ്ഞാൽ അപ്പോൾ ഓനെ വേഗം വിട്ടിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ ഷവായ മാറ്റിക്കാണ്ട് ഷവർമ ഓർഡർ ചെയ്ത് എന്തോ അപ്പത്തൊരു വൈക്ലഭ്യം അങ്ങനെ ആയിപ്പോയി. അപ്പം അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹൽവൻ്റെ കഷ്ണം വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വേറെ ഡേറ്റ് നാളെ വരുന്നവരേക്കും. ടാറ്റാ ബൈ ബൈ.